മാന്നാർ കലാകൊലപാതക കേസിൽ ദുരൂഹതകളേറുന്നു. കലയുടെ മൃതദേഹം ആദ്യം ആറ്റിൽ കളയാനാണ് പ്രതികൾ തീരുമാനിച്ചതെന്നും അതിനാണ് വലിയ പെരുമ്പുഴ പാലത്തിനടുത്ത് മൃതദേഹം എത്തിച്ചതെന്നുമാണ് വിവരം. പിന്നീട് മൃതദേഹം വീട്ടിലെത്തിച്ച് സെപ്റ്റിക് ടാങ്കിൽ ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് പിന്നീട് കലയുടെ ഭർത്താവ് മാറ്റിയതും പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. പോലീസ് ആദ്യം തയ്യാറാക്കിയ എഫ്ഐആറിലോ കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലോ മൃതദേഹം എവിടെയാണ് സംസ്കരിച്ചത് എന്നതിനെക്കുറിച്ച് പറയാതിരുന്നത് പോലീസിന്റെ ഈ സംശയം മൂലമാണ് എന്നാണ് സൂചന. 15 വർഷത്തിനിടെ 2 തവണ അനിലിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്ക് വൃത്തിയാക്കിയിരുന്നുവെന്നാണ് കണ്ടെത്തൽ. സെപ്റ്റിക് ടാങ്കിൽ നിന്ന് ലഭിച്ച വസ്തുക്കൾ കോടതിയിലേക്ക് കൈമാറിയിട്ടുണ്ട്. വിദേശത്തുള്ള 1-ാം പ്രതി അനിലിനെ നാട്ടിലെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ പുറത്തുവരൂ എന്നാണ് പോലീസ് കരുതുന്നത്. ഇതിനായുള്ള നടപടിക്രമങ്ങളും പുരോഗമിക്കുകയാണ്. 3 പേരെയും അനിലിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകുമെന്ന പ്രതീക്ഷ അന്വേഷണ സംഘത്തിനുണ്ട്. അന്വേഷണം കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി അന്വേഷണ സംഘം വിപുലീകരിച്ചു. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ 21 അംഗ സംഘമാണ് ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കുന്നത്. അമൃത ന്യൂസ്, ആലപ്പുഴ.